ഹാഗീസ് ദിലീപേട്ടന്റെ പുതിയ സിനിമ ബബ്ബബ്ബാടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ടീസറിനെ കുറിച്ചുള്ള അഭിപ്രായം കുറച്ച് ഭീകരാണ്. നമുക്ക് നേരെ ടീസർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വായോ. തംബ്നെയിലിൽ വിനീതേട്ടനെ കാണുന്നുണ്ട്. അപ്പൊ വില്ലൻ വിനീതേട്ടനായിരിക്കും. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. എനിക്കറിയാമല്ലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാർ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. പിന്നെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. ഇതില് കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. പൊളിച്ചിട്ടുണ്ട് ടീസർ. ദിലീപേട്ടന്റെ ഒരു വൻ തിരിച്ചുവരവിന്റെ ഒരു കോളയിൽ കാണുന്നുണ്ട്. ഒരു സംഭവം ഒളിഞ്ഞു നടക്കുന്നുണ്ട്. തുടക്കത്തിൽ എനിക്ക് തോന്നി ഈ രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ കാണുമ്പോ രാമലീല സ്റ്റൈലിലാണോ, പക്ഷെ അതൊക്കെ മേലെ ആവാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഹെവി ആയ ഒരു തിരിച്ചുവരവുള്ള സ്ഥലം ഒരുങ്ങുന്നുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ നല്ല അഭിപ്രായങ്ങൾ, ഒരുപാട് ഫാമിലി പ്രേക്ഷകരൊക്കെ നല്ലതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു വൻ തിരിച്ചുവരവ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിൽ പ്രതീക്ഷിക്കാനുള്ള ഒരു വകയുണ്ട്. എഴുതിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഫാഹിം സഫറുമാണ്. നൂറിൻ ഷെരീഫ് എന്ന് പറയുന്നത് അഡാർ ലെവൽ നടിയാണ്. അതുപോലെ തന്നെ ഫാഹിം ഷഫറും രണ്ടാം കൂടെ ഫസ്റ്റ് എഴുതുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ സംവിധാനം പുതുമുഖമാണ്, ധനഞ്ജയ് ആണ്. രഞ്ജൻ എബ്രഹാമാണ് എഡിറ്റിംഗിന്റെ ഒരു കഴിവ് നമുക്ക് ഈ ടീസറിൽ തന്നെ കാണാം. അപ്പൊ ബാക്കി നമുക്ക് തിയേറ്ററിൽ കാണാൻ വകയുണ്ട്. സിനിമാറ്റോഗ്രാഫി ആർമോ എന്ന് പറയുന്ന കാണുന്നത് എനിക്ക് ആരാ മനസ്സിലായിട്ടില്ല. മ്യൂസിക് ഷാൻ റഹ്മാനാണ്. ടീസറിൽ പൊളിച്ചിട്ടുണ്ട്. ടീസറിന്റെ അവസാനം ദിലീപേട്ടൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഇരിപ്പൊക്കെ രസമായിട്ടുണ്ട്. കൂടാതെ വിനീതേട്ടൻ ഉണ്ട്, നെഗറ്റീവ് റോളിലാണെന്നാ തോന്നുന്നു. എന്തായാലും നെഗറ്റീവ് റോളിൽ പൊളിക്കാറുണ്ട്, പ്രതീക്ഷയുണ്ട്, ധ്യാനുണ്ട്. അപ്പൊ ഈ ഒരു കോംബോ ഇത് ഏത് ലെവൽ ഫീലിംഗ് ആ തരുന്നത് കാണാൻ വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇത് തിയേറ്ററിൽ ഹെവി ആയ ഒരു സാധനമാണ്. ലോഡിംഗ് എന്നുള്ളൊരു ഹൈലി എക്സ്പെക്ടേഷൻ ഉണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള പടം ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു നമ്മുടെ മുന്നേ ഉള്ള ഒരു ദിലീപേട്ടന്റെ ഒരു എനർജി ഫുൾ ആയിട്ട് കിട്ടിയില്ല. അത് ഇതിൽ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗോകുലം ഗോപാലനാണ് പ്രൊഡക്ഷനിൽ വരുന്നത്. എന്തായാലും ഈ ഒരു പടത്തിന് ഹൈലി വെയിറ്റിംഗ് ആണ്. എപ്പോഴാണ് റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ആഗസ്റ്റിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൺഫേം ആക്കിയിട്ടില്ല, ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്തായാലും വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ടീസർ കണ്ടു, എങ്ങനെയുണ്ട് ടീസർ? ദിലീപേട്ടൻ ഒരു വൻ തിരിച്ചുവരാവാനുള്ള സാധ്യതകളില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ടീസറിനെ കുറിച്ചും സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ആ പത്രത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.